പിന്നെ നിങ്ങൾ ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ടാക്സ് കറക്റ്റായിട്ട് അടച്ചു നോക്കണം. കറക്റ്റായിട്ട് അത് അടച്ചു പോകുന്നില്ല എങ്കിൽ TRP അടുത്ത റിന്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർ റിന്യൂ ചെയ്ത് തരത്തില്ല, നിങ്ങളെ പറഞ്ഞു വിടും. അങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. അതായത് നമ്മളവിടെ ഒരു രാജ്യത്ത് വന്നിരിക്കണം, ആ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും നമ്മൾ അംഗീകരിക്കണം, എല്ലാ നിയമങ്ങളും അനുസരിക്കണം, നല്ല സിറ്റിസൺസ് ആകുക. പിന്നെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കയറ്റി വണ്ടി ഓടിക്കുന്നതിൽ ഇവിടെ ചെയ്യരുത്. പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൂടെ ഇവിടെ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുള്ളൂ, അവർ നിർത്തിത്തരും. ഭയങ്കര മാനേഴ്സാണ്, എല്ലാ കാര്യങ്ങളും മാനേഴ്സാണ്. അപ്പം നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളുടെ നാട് ആവാത്തത് കൊണ്ട് നമ്മൾ അവിടുത്തെ ആ ഒരു ബ്രെയിൻ വെച്ച് ഇവിടെ വണ്ടി എടുക്കരുത്. അങ്ങനെ വണ്ടി ഓടിച്ച് ചില കുട്ടികൾക്ക് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, വണ്ടി തകടം മറിഞ്ഞു പോയി. പക്ഷെ ആ പിള്ളേർക്കൊന്നും പറ്റില്ല ദൈവഭാഗ്യത്തിന്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ക്രോസ് ചെയ്യുന്ന സമയത്ത്. വേറെന്തെങ്കിലും ഇനി ഫ്യൂച്ചർ സ്റ്റുഡൻസിനോട് പറയാനുണ്ടോ? ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദ സർവീസ്? എൻ്റെ സ്റ്റാഫിന്റെ ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. ആരും ഇങ്ങനെ കേട്ടിട്ട് പരിചയമാണ്. എല്ലാവരും പോളണ്ട് ലാറ്റുവ വരെ കുറേ പേര് പോകുന്നുണ്ട്. പക്ഷെ വിദ്വനെ കുറിച്ച് അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു ഇതിൽ വായിച്ചു, അതായത് 11th ലാർജസ്റ്റ് എക്കോണമിയോ വിദ്വന് 5th അങ്ങനെ എന്തോ മാറുകയാണെന്നുള്ള, അതായത് റിച്ചസ്റ്റ് എക്കോണമി ആയിട്ട് മാറുകയാണെന്നുള്ള ഒരു ഇത് റീസെൻ്റ് ആയിട്ട് കണ്ടു. അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ ജോബ് മാർക്കറ്റിനും ഇതിനൊക്കെ വാല്യൂ കൂടും. ലാംഗ്വേജ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. കാരണം നിങ്ങളുടേത് സോഷ്യൽ വർക്കാണ്. ഇനിയിപ്പോൾ ബാക്കി വരാൻ പോകുന്ന കുട്ടികൾ അപ്പോൾ ഓരോ കോഴ്സിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ലാംഗ്വേജ് ഇത് പഠിക്കേണ്ടി വരുന്നത്. 213 സെക്കൻഡ് ഫ്ലോറിലേക്ക് വരും. ഞാൻ പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പം നമുക്ക് മലയാളം ഭാഷ ഉള്ളതുപോലെ ഇവർക്ക് ഇവരുടെ ഭാഷയുണ്ട്. അപ്പം ലോക്കൽ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാകുമ്പോഴത്തേക്കും ജോലി കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ നിങ്ങൾ സോഷ്യൽ വർക്ക്, അപ്പോൾ എന്തായാലും ലാംഗ്വേജ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ എന്താണ്, വേറെ രാജ്യത്താണെങ്കിലും ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അവിടുത്തെ പക്ഷെ അപ്പോൾ അവിടുത്തെ പഠിക്കണ്ടേ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ട്. അപ്പം നിങ്ങളത് നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത കുട്ടി വരുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഇവിടെ ഇരുത്തി സംസാരിക്കും.